ഞാൻ നോക്കിയിട്ട് അവനെ ഇവിടെ നിന്ന് മാറ്റുകയല്ലാതെ വേറെ വഴിയില്ല. അനു ആരവരെ കൊണ്ട് എങ്ങോട്ടിറങ്ങി പോയിട്ടുണ്ടാവാ? ബാക്കി വായിക്കാം. സുരക്ഷിതമായൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ആരവനെ എത്തിച്ചിട്ടേ ഞാൻ മടങ്ങി വരും. നിങ്ങൾ ആരും വിഷമിക്കരുത്. ഈ വിഷയം നിങ്ങളോട് ചർച്ച ചെയ്താൽ നിങ്ങൾ സമ്മതിച്ചേക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വയം തീരുമാനിച്ച് പുറപ്പെടുന്നത്. നമ്മുടെ ആരവന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം അനു. എന്റെ ഈശ്വര, അനു ആരവനെ കൊണ്ട് എങ്ങോട്ട് പോയതാ? അവൾ അവനെ കൊണ്ട് എവിടെ പോയതാണെങ്കിലും ഇത് അപകടം പിടിച്ചൊരു യാത്രയാ. നമ്മൾ ആരും കൂടെ ഇല്ലാതെ അവൾ എന്തിനീ സാഹസത്തിന് മുതിർന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. അനു അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ രണ്ടുപേരും ഒരുമിച്ച് പോലീസിന്റെ വലയിൽ വീഴാനാ സാധ്യത. പോലീസ് മാത്രമാണോ? ആ രുദ്രനും സംഘവും പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്താ ചെയ്യാനാ? നമ്മൾ അറിയാതെ അവര് പോയതല്ലേ. നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ പോവാൻ സമ്മതിക്കില്ലായിരുന്നു. അക്കാര്യം അനുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അവള് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ആരവിനെ കൊണ്ടുപോയത്. എന്തായാലും അവൾ ആരവിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകില്ല. അവളുടെ അമ്മയുണ്ടല്ലോ അവിടെ. വേറെ എവിടെ പോവാനാ? ആരവിനെ താമസിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം എന്ന് അവള് ഉദ്ദേശിച്ചത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ ആരുടെ അറിവിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. നമ്മളറിയാത്ത വേറെ ഏതെങ്കിലും സ്ഥലം അവളുടെ അറിവിലുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവൾ നമ്മളോട് പറയേണ്ടതല്ലേ? നമുക്ക് ടെൻഷനായല്ലോ. അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. എവിടെ പോയെന്നും അറിയില്ല. ആരവിനെ പോലെ ഇന്റലിജന്റ് ആയ ഒരാള് ഇങ്ങനെ ഒരു അപകടം പിടിച്ച വഴി എങ്ങനെ തെരഞ്ഞെടുത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരവിനെ സുരക്ഷിതനാക്കാതെ അനു ഇനി മടങ്ങി വരില്ല. അവൾ മടങ്ങി വരാൻ ഇനി എത്ര നാളെടുക്കും? ഈ കത്ത് വായിച്ചിട്ട് അവൾ ഉടനെ മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ പുറത്താരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയല്ലോ. റിനമ്മ അനുവിനെ തിരക്കി നമ്മൾ എന്ത് പറയും? തൽക്കാലം നമ്മളിത് ആരോടും പറയണ്ട. പറയാനും പറ്റില്ലല്ലോ. എന്തായാലും അനു ആരോ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. വാ, നമുക്ക് അവരെ തേടി പിടിക്കാം. നിങ്ങൾ വാ. വാ. അനു, നീ എന്നെ കൊണ്ട് എങ്ങോട്ടേ പോകുന്നേ? നീ ഹോസ്റ്റലിൽ സുരക്ഷിതനല്ല. ഏത് സമയത്തും പോലീസ് അവിടെ കയറി വരും. നിന്നെ കൊണ്ടും പോവും. അതുകൊണ്ട് നിനക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാ നമ്മൾ പോകുന്നത്. നീ വാ. അനു, ഇനിയെങ്കിലും ഒന്ന് പറ, ഏതാ സ്ഥലമെന്ന്? അതൊക്കെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാന്ന് നീ ഇവിടെ എത്തും പറഞ്ഞാ മതി. ഹോസ്റ്റൽ ഇത്രയും കാലം ആരും എന്നെ കണ്ടുപിടിച്ചില്ലല്ലോ. ഇനി ആരും കണ്ടുപിടിക്കുകയില്ല. കൂട്ടുകാരോട് ആരോടും പറയാതെ ഈ ഒളിച്ചോട്ടത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അവരോടെങ്കിലും ഒന്ന് പറയായിരുന്നു. അവരോട് പറഞ്ഞാൽ നമ്മൾ അവര് പോവാൻ അനുവദിക്കില്ല. അവര് പോണ്ടെന്ന് പറഞ്ഞാ ആ സ്നേഹത്തിന്റെ കയറ് പൊട്ടിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ടാ കോളേജിൽ നിന്ന് അവര് വരുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങിയത്. നിനക്ക് എവിടെ അത്യാവശ്യമായിട്ട് പോണോ? കൂടെ വരുമെന്നല്ലേ എന്നോട് ചോദിച്ചേ. പിന്നെ നീ തനിച്ച് യാത്ര ചെയ്ത അപകടമാണല്ലോ ഓർത്താ ഞാൻ കൂടെ വന്നത്. ഇപ്പൊ നിനക്ക് ആവശ്യം ആരുടെ ശ്രദ്ധപ്പെടാതെ താമസിക്കാൻ പറ്റുന്ന ഒരിടോ, അങ്ങനെ ഒരിടത്തേക്കാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നേ. അവിടെ എത്തിച്ചേർന്ന് നീ രക്ഷപ്പെട്ടു. ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പിന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയോളാം. ഇപ്പൊ നിന്റെ സംരക്ഷണം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അതെ, അവിടെ ഇരിക്കാം കുറച്ചു നേരം. ഇവിടെ ഇരിക്കാം. ഇവിടുന്ന് എങ്ങനെ എങ്ങോട്ട് പോകാൻ നീ ഉദ്ദേശിക്കുന്നത്? ഈ സമയത്ത് ടാക്സിയിലൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ കയറി പോവാം. അതാവുമ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കില്ലാരും. അവര് നമ്മളെ കാണാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടാവും.
എനിക്കറിയാം. ഞാൻ നിന്നെ സേഫാക്കി മടങ്ങി ചെല്ലുമ്പോ അവരുടെ വിഷമൊക്കെ മാറിക്കോളും. അല്ല, ഇവിടെ ഇരിക്കുന്നത് സേഫ് ആണോ? ദേ, അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഏതെങ്കിലും തിരക്കുള്ള ബസ് വരട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. നമുക്ക് അതിൽ കയറി പോവാം.